ഹലോ ഗൈസ്. അപ്പോൾ ആഫ്റ്റർ സോ ലോങ് ഞാൻ വീഡിയോയിലേക്ക് തിരിച്ചു വന്നു. ആ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. ഞാനിപ്പോൾ 2 months-ആയി വീഡിയോയിൽ വന്നിട്ട്. യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട്. സോ ബേസിക്കലി ഞാൻ വീഡിയോസ് ഇടാതിരുന്നതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. ഞാൻ UAE പോയിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങോട്ട് വരാൻ നേരത്തെ ചെറുതായിട്ട് എൻ്റെ പാസ്പോർട്ട് ഒന്ന് നനഞ്ഞു. ബിക്കോസ് ഞാൻ ബാഗിൽ വെച്ചപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, ബോട്ടിലുണ്ടായിരുന്നു. ഞാൻ കുടിച്ച് തീർത്തു എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഓർത്തില്ല. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറച്ച് വെള്ളം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കത്തെ നമ്മൾ ഈ സ്റ്റാമ്പ് ചെയ്യുന്ന കുറച്ച് പേജസ് ഇല്ലേ, അതിലൊക്കെ എന്താ പറയുക, ഇങ്ക് സ്പ്രെഡായി. അപ്പോൾ അതിനെ കാരണം കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമെന്നൊക്കെ വെച്ച് ഞാൻ പാസ്പോർട്ട് റീപ്ലേസ്മെൻറ്റിന് കൊടുത്തു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് UAE പോയ സമയത്ത് ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. UAE പോകുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കണം, കുഞ്ഞു കുഞ്ഞു ഷോട്ട്സൊക്കെ ഇടണം എന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. ബിക്കോസ് ഐ വാസ് ബാക്ക് ഓഫ് ദിസ് തിങ്. ആൻഡ് ഞാനൊരു April 25th ആയപ്പോൾ തിരിച്ചെത്തി. സോ UAE പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ എൻ്റെ ആംഗിൾ ഒന്ന് ട്വിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ബസ്സിന് വേണ്ടി ഒന്ന് ഓടിയതാണ്. അപ്പോൾ ആംഗിൾ ചെറുതായിട്ട് വലിയ രീതിയിലൊന്ന് ട്വിസ്റ്റായി. അപ്പോൾ അതിനൊക്കെ കൊണ്ടാണ് നാട്ടിലും പോയത്. ഞാൻ നാട്ടിൽ ഒരു 5 days പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഒരു കാര്യത്തിന് നേരെ പോയി ആ ഹോസ്പിറ്റലിലായിരുന്നു ഫുൾ ടൈം. എന്നിട്ട് ഞാൻ നേരെ UAE വന്നു. പിന്നെ ഇതിൻ്റെ പുറകെ ഓടി. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഞാൻ ഈ ഒരു 2 months വീഡിയോസ് ഒന്നും ഇടാതിൻ്റെ മെയിൻ റീസൺ. പിന്നെ ഞാൻ April 25th തിരിച്ചെത്തിയതിന് ശേഷം തിരിച്ച് ട്രാവൽ, ദാറ്റ് വാസ് so hectic because from Dubai to Heathrow it was almost 7-hour 50-minute flight. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ബസ്സാണ് ബുക്ക് ചെയ്തിരുന്നത്, നാഷണൽ എക്സ്പ്രസിൻ്റെ. മൈ ഗോഡ്, അതൊരു 5 മണിക്കൂറെന്ന് വെച്ചാൽ ഞാൻ 5 മണിക്കൂർ ഇരിക്കുക. 5 മണിക്കൂർ എനിക്ക് കൈൻഡ് ഓഫ് ഒരു 10 hours പോലെയാണ് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി പെയിനും അങ്ങനെ ഇങ്ങനെയും. അന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ ഈ ലോങ് ട്രാവലിന് വീണ്ടും ഒരു ലോങ് ട്രാവൽ എടുത്താൽ യു വിൽ ബി ഡെഡ്. അന്ന് ഞാൻ ഹാഫ് ഡേ ആയിരുന്നു. ഇവിടെ രാത്രിയാണ് വീട്ടിലെത്തുന്നത്. നമ്മൾ എന്താ പറയുക, പിന്നെ ക്യാബൊക്കെ വിളിച്ച് വീട്ടിലെത്തിയപ്പോൾ 10 മണി എന്തോ ആയി. ഞാൻ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും വൃത്തികെട്ട ഒരു ട്രാവലിംഗ് അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിവേസ് അതൊക്കെ കഴിഞ്ഞു. 25th ഇവിടെ എത്തി. അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു പണം പിടിച്ചു. ഇനി എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇത്രയും ലോങ് ട്രാവലൊക്കെ ഉണ്ട്, ടയർഡാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി കാണേണ്ടി വരും. ദെൻ ക്യാബ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബസ് എന്ന് പറഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ ഒരു ട്രാവൽ എനിവേസ് എന്തെങ്കിലുമൊക്കെ നോക്കണം. സോ 25th ഞാൻ തിരിച്ചെത്തി. 30th എനിക്ക് എക്സ്കവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് എഴുതലും അതിൻ്റെ ഇതുമായിട്ട് ഈ ഒരു May 16th വരെ. സോ നൗ ഇറ്റ് ഈസ് ഐ തിങ്ക് 12:30 എന്തോ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ. കൈൻഡ് ഓഫ് 12:30 എന്തോ ആയി. ഇവിടെ AM ആണ്, PM അല്ല. അപ്പോൾ ഞാൻ May 16th, അതായത് ഇന്നലെ വരേക്കും കംപ്ലീറ്റ്ലി ഓരോ വർക്ക് ചെയ്യായിരുന്നു ഫുള്ള്. എനിക്കൊരു റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഉറക്കവും ഇല്ല, റെസ്റ്റും ഇല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു മൂഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് വെക്കാം. എന്തെങ്കിലുമൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയല്ലോ. എൻ്റെ ഒരു ട്രൈപോഡുണ്ട്, ലൈറ്റുണ്ട്, എല്ലാ സാധനവും അവിടെ സെറ്റാവും. ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടിയാണ് വേണ്ടത് ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ ഇടണമല്ലോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല എന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ നോക്കും. പിന്നെ UAE ഞാൻ കുറച്ച് കുഞ്ഞു ഷോർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഞാനത് ഇടുന്നു. പിന്നെ UK കുറേ റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിന്, ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇവിടെ നിൽക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല റൂൾ ചേഞ്ചസ്. അത് എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, അതിനൊരു പ്രപ്പോസൽ പോലെയാണ്. ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ഡിസൈഡഡ്, അപ്പം അതിനൊരു ഡിസിഷൻ ആണ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നല്ല പോസിറ്റീവായിട്ട് വന്നാൽ മതിയായിരുന്നു. ഇതിലിപ്പോൾ കുറേ നെഗറ്റീവ്സ് എല്ലാവർക്കും പല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും
അവർ ഒരു ഡിസിഷനിലോട്ട് വരാണ്ടിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബിക്കോസ് ഞാനും ഇപ്പോൾ വന്നിട്ട് 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും പേടിയും എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ഞാൻ UK റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് UKയുടെ ഇതിനെ പറ്റിയിട്ട് ഞാനൊരു കുട്ടി വീഡിയോ ഇടാം. യാ, സോ ഇനി ഞാൻ വീണ്ടും വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്ത് കുറേ നേരമായല്ലോ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റട്ടെ. ആൻഡ് വിഷ് മീ ഗൈസ്, സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഓക്കെ, ബൈ.